സാംസ്കാരിക കേന്ദ്രമാണല്ലോ മസ്ജിദ്. കണങ്കുളം നാടിനെ സംബന്ധിച്ചിടത്തോളം 50 വർഷം പഴക്കമുള്ള ഒരു പള്ളി, അതിൻ്റെ പുനർനിർമ്മാണമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. നാട് മൊത്തം ആവേശത്തിലാണ്. അതിൻ്റെ പ്രചരണം സമീപ പ്രദേശങ്ങളും അലയടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നവംബർ 23 ഞായറാഴ്ച 4:30 നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട മഹല്ല് ട്രഷറർ റഹ്മത്ത് അബ്ദുറഹ്മാൻ സാഹിബ് പതാക ഉയർത്തുന്നതോടെ തുടങ്ങുന്ന പരിപാടി. തുടർന്നുള്ള സെഷൻ പ്രവാസി സംഗമമാണ്. പ്രവാസി സംഗമത്തിൽ മഹല്ലിൻ്റെ വളർച്ചയ്ക്ക് പ്രവാസികൾ എത്രത്തോളം ഘടകമാണെന്ന് പരിചയപ്പെടുത്തുകയും പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾക്ക് അവർക്കൊരു മോട്ടിവേഷൻ എന്നതിലുള്ള വിഷയാവതരണവും അതുപോലെ ഒരു മുഖ്യ പ്രഭാഷണവുമാണ് പ്രവാസി സംഗമത്തിൽ നടക്കുന്നത്. അതിനിടെ സന്ദർഭവും സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പോസ്റ്ററിൽ പ്രവാസി സംഗമത്തിലെ മുഖ്യ പ്രഭാഷകൻ ഹമീദ് ഹാജി അവരെ ഉൾപ്പെടുത്തണമെന്ന് സന്ദർഭം ഉണർത്തുകയാണ്. പ്രവാസി സംഗമത്തിൽ നമ്മുടെ മഹല്ലിലെ പഴയകാല പ്രവാസികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. ഒപ്പം അന്ന് മസ്ജിദ് സന്ദർശനമാണ്. മതജാതി വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവർക്കും പള്ളി സന്ദർശിക്കാനുള്ള അവസരം കൂടി 5 മണിക്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട് അന്നത്തെ ദിവസം. തുടർന്ന് ഉത്തര കേരള ദഫ്കളി മത്സരമാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ അറിയപ്പെട്ട ദഫ് ടീമുകൾ തമ്മിലുള്ള മാറ്റുരയ്ക്കലാണ് തുടർന്ന് നടക്കുന്നത്. തുടർന്ന് ചാമ്പ്യൻഷിപ്പ് വിതരണവും അവാർഡ് ദാനവും ഒക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. തുടർന്ന് ഇതിന് പള്ളി ഉദ്ഘാടനമാണ്. പാണക്കാട് കൊടപ്പരിപ്പ് തറവാട്ടിലെ ആത്മീയാചാര്യൻ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അമരപുത്രനും അറിയപ്പെട്ട നേതാവുമായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പ് മാനവ സൗഹൃദം ചർച്ച ചെയ്തുകൊണ്ടുള്ള സദസ്സാണ്. മാനവ സൗഹൃദ സംഗമത്തിൽ അറിയപ്പെട്ട പ്രഭാഷകരായ കൊപ്പ ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ നൗഫൽ ഹുദൂദ് കൊടുവള്ളി എന്നിവർ പ്രസംഗിക്കുന്ന നല്ലൊരു സദസ്സിന് ശേഷമാണ് മസ്ജിദ് ഉദ്ഘാടനം. വഖഫ് പ്രഖ്യാപനം നമ്മുടെ തന്നെ മഹല്ല് താതയായ വാക്ക അഹമ്മദ് മൗലവി അൽ അസ്ഹരി നിർവഹിക്കും. തുടർന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളായ MP രാജമോഹൻ ഉണ്ണിത്താൻ, MLA മാരായ സ്ഥലം MLA CH